ഹായ് മക്കളെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? യെസ്, എല്ലാ കുട്ടികൾക്കും ന്യൂട്ടൺസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ്സിൻ്റെ പേര് രേഷ്മ എന്നാണ്. നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ഒന്നാമത്തെ ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന പാഠമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു പാഠമാണ്. വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസും ആംഗിൾസ് കണ്ടുപിടിക്കാനും അങ്ങനെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. നമുക്കപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയാലോ? ഓക്കെ, റെഡിയാണോ? ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരിൽ പറയുന്നത് പോലെ തന്നെ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരാം. നോക്കിക്കേ, രണ്ട് ട്രയാങ്കിൾസ് വരയ്ക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 കണ്ടീഷൻ വെച്ചിട്ടാണ് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ തുല്യമാണോ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആൻഡ് PQR എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുന്നത് ഒരു 3 സെൻറ്റിമീറ്റർ, BC 4 സെൻറ്റിമീറ്റർ, AC 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതാ PQR എന്ന് പറയുന്ന ട്രയാങ്കിളിൽ PQ 3 സെൻറ്റിമീറ്റർ, RQ 4 സെൻറ്റിമീറ്റർ ആൻഡ് AC 5 സെൻറ്റിമീറ്റർ. സോറി, AC അല്ല, PR 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണോ? ഒന്ന് നോക്കിക്കേ. അല്ല, ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലാവും അല്ലേ, ഈക്വൽ ആണ്. നോക്കിക്കേ, ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെയും സെയിം 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 4 വന്നു, ഇവിടെയും 4 ആണ്. ഇവിടെ 5 വന്നു, ഇവിടെയും 5 ആണ്. നോക്കിക്കേ, എല്ലാ സൈഡും എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും മറ്റൊരു ട്രയാങ്കിളിൻ്റെ സൈഡിനോട് ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ? ഒരു ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും മറ്റൊരു ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളോടും എന്തായി വന്നു? തുല്യമായി വന്നു. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസും എന്താന്ന് പറയാം? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങൾ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി മറ്റൊരു രണ്ട് ട്രയാങ്കിൾ മിസ് വരക്കുന്നുണ്ട്. ഇതാ വീണ്ടും ABC, ഒരു 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ. ദെൻ PQR എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിൾ വരക്കാം. PQR. ഓക്കെ, ഇവിടെയും ഒരു 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ. ഈ ഒരു ട്രയാങ്കിൾസ് നോക്കിക്കേ, ഇവർ തമ്മിൽ ഈക്വൽ ആണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇവർ തമ്മിൽ ഈക്വൽ ആണോ അല്ലയോ? ഇവിടെ ഒരു 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഇവിടെയും 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. നമുക്ക് യാതൊരു നിർബന്ധവുമില്ല ഈ ബേസിൽ തന്നെ 6 വരണമെന്ന്. 3 വശങ്ങൾ എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ, ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ, 3 സൈഡ്സ് അനദർ ട്രയാങ്കിൾ, മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളോട് ഈക്വൽ ആണോ? അങ്ങനെയാണെങ്കിൽ അവരെന്തായി മാറും? ഈക്വൽ ആയി മാറും, ഈക്വൽ ട്രയാങ്കിൾസ് ആയി മാറും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 6, 7, 8 സെൻറ്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. ഇവിടെ ഈ 3 വശങ്ങൾ നോക്കിക്കേ, 6, 7, 8 തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഇവരും എന്താണെന്ന് പറയാം? നമ്മൾക്ക് ഈക്വൽ ആണെന്ന് പറയാം, തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം. ഓക്കെ ആണല്ലോ? അതിനൊരു റൂൾ ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 3 വശങ്ങളുമാണ് തുല്യമായത്. ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളോട് തുല്യമാണ് അല്ലേ? അപ്പോൾ 3 സൈഡ്സ് ഈക്വൽ ആണ്, ആണല്ലോ? അപ്പോൾ നോക്കിക്കേ, 3 സൈഡ്, 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 SSS എന്ന് പറയും. SSS റൂള് പ്രകാരം എന്ത് പറയാം? ട്രയാങ്കിൾ ABC എന്ന് പറയുന്നതും ട്രയാങ്കിൾ PQR എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 3 വശങ്ങളും, ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളോട് തുല്യമായാൽ നമുക്ക് എന്ത് പറയാം? രണ്ട് പേരും SSS നിയമം വെച്ച്, SSS റൂള് വെച്ചിട്ട് രണ്ട് ട്രയാങ്കിൾസും എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഒരു രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ്, ഇവർ ഈക്വൽ ആണോ? നമ്മൾ എന്ത് നോക്കും? 3 സൈഡും തന്നിട്ടുണ്ടോ? 3 വശങ്ങളും രണ്ടുപേരുടെയും തുല്യമാണോ എന്ന് നോക്കും. തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോൾ SSS തിയറം വെച്ചിട്ട്, ഒരു റൂള് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ? ഇതാ നോക്കിക്കേ, രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, ABC ആൻഡ് PQR. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും മാച്ചിങ് ആയിട്ട് വരുന്ന ആംഗിൾസ് അല്ലെ, ഒരേപോലെ വരുന്ന കോണുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്താലോ? നോക്കിക്കേ, രണ്ട് ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസ് ഏതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് നോക്കാം? ഇവർ ഈക്വൽ ട്രയാങ്കിൾസ് ആണോ, തുല്യ ത്രികോണങ്ങളാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നോക്കിയാലോ? നോക്കിക്കേ, ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. ഇവിടെയും 4, 5, 6 ആണ് വശങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? എല്ലാ സൈഡ്സും അല്ലെ, ഓൾ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദി ഓൾ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ. എന്താണ്?
ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും എന്താണ് മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളോട് തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ടുപേരും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, എന്താണ് ബൈ SSS റൂൾ അല്ലേടാ, സൈഡ് 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 അല്ലേടാ, ബൈ SSS 3 വശങ്ങളും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? ട്രയാങ്കിൾ ABC ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ PQR. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. എന്താണ്? തുല്യമായി വരുന്ന വശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആരൊക്കെയാണ് ഈക്വൽ ആയിട്ട് വരുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്താലോ? രണ്ടുപേരും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? രണ്ടുപേരും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. എങ്ങനെ? SSS വെച്ചിട്ട് രണ്ടുപേരും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന എതിരെ വരുന്ന ആംഗിൾസ് കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ AC എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ AC എന്ന് പറയുന്നത് 4 ആണ്. ഇതാ നമുക്ക് ഇവിടെ ഒന്ന് എഴുതിയേക്കാം. AC ഈസ് ഈക്വൽ ടു ആർക്കാണ് ഇവിടെ 4 സെൻറ്റിമീറ്റർ? RQന് ഈക്വൽ ആണ്. എന്താ? 4 സെൻറ്റിമീറ്റർ ആണ് രണ്ടുപേരും വരുന്നത്. ദെൻ AB ഈസ് ഈക്വൽ ടു ഇവിടെ ആരാ 6 സെൻറ്റിമീറ്റർ വരുന്നത്? PR. അവർ രണ്ടുപേരും 6 സെൻറ്റിമീറ്റർ ആണ്, ഈക്വൽ ആണ്. പിന്നെ ലാസ്റ്റ് വൺ CB അല്ലെങ്കിൽ BC ഈസ് ഈക്വൽ ടു ഇവിടെ ആരാ വരുന്നത്? PQ ഈക്വൽ ആണ്. രണ്ടുപേരും 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്തിട്ടാലോ? യെസ്. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെയും 4 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ, ഇതും 5 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ, ഇവനും 6 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 3 വശങ്ങളും രണ്ടുപേരുടെയും എന്താ തുല്യമായിട്ട് വന്നു. നമ്മളതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ പറഞ്ഞത്? രണ്ട് ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 4 സെൻറ്റിമീറ്ററിനെതിരെ വരുന്ന ആംഗിൾ ഏതാണ്? 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ B. ഇവിടെ 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന വശത്തിന് എതിരെ വരുന്ന ആംഗിൾ ആരാണ്? ആംഗിൾ P. അവർ രണ്ടുപേരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ACയും RQവും ഈക്വൽ ആണ്. രണ്ടുപേരും 4 സെൻറ്റിമീറ്റർ ആണ്. രണ്ടു പേർക്കും എതിരെ വരുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ P ഈസ് ഈക്വൽ ടു ആംഗിൾ P എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ നമുക്ക് അടുത്ത ആളെ എടുക്കാം അല്ലേ? നോക്കിക്കേ, ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെയും ഉണ്ട് 5 സെൻറ്റിമീറ്റർ. ഈ 5 സെൻറ്റിമീറ്ററിനെതിരെ വരുന്ന ആംഗിൾ ആരാണ്? ആംഗിൾ A എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇവിടെ 5 സെൻറ്റിമീറ്ററിനെതിരെ വരുന്ന ആംഗിൾ Rനോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്ത് എഴുതാം? ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ R എന്ന് എഴുതാം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആരാ? നമ്മുടെ 6 സെൻറ്റിമീറ്ററിനെതിരെ വരുന്ന ആംഗിൾ ആരാണ്? ആംഗിൾ C. ഇവിടെയും 6 സെൻറ്റിമീറ്ററിനെതിരെ വരുന്ന ആംഗിൾ Qനോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കും. രണ്ട് ട്രയാങ്കിൾസ് എന്താന്ന് പറഞ്ഞു? ഈക്വൽ ആണെന്ന് തെളിയിച്ചു. ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസിൻ്റെ അല്ലെ, ഈക്വൽ ആയിട്ട് വരുന്ന തുല്യമായിട്ട് വരുന്ന ട്രയാങ്കിൾസിൻ്റെ എന്താണ്? സൈഡുകളുടെ എതിരെ വരുന്ന ആംഗിൾസും കോണുകളും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾക്ക് പെയർ ആയിട്ട് സെയിം ആയിട്ട് വന്നിരിക്കുന്ന ആംഗിൾസ്, കോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഇനി നമ്മൾക്ക് അടുത്ത നമ്മളുടെ റൂളിലേക്ക് പോവാം. SSS അല്ലാതെ നെക്സ്റ്റ് ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്തൊരു പ്രോപ്പർട്ടി നോക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എല്ലാ സൈഡ്സും ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, ഇതാ അടുത്ത ഒരു കണ്ടീഷൻ പറയുവാണ്. സാധാരണ വരക്കുന്നത് പോലെ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വെച്ചു ആൻഡ് ഒരു PQR എന്ന് പറയുന്ന രണ്ടാമതൊരു ട്രയാങ്കിൾ വെച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഇവിടെ 3 വശങ്ങളല്ല തന്നിരിക്കുന്നത്, ശ്രദ്ധിക്കാം. ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ തന്നു, ഇതൊരു 60 ഡിഗ്രി, ഒരു 50 ഡിഗ്രി, ഇതും 5 സെൻറ്റിമീറ്റർ ആണ്, 60 ഡിഗ്രി, 50 ഡിഗ്രി. നോക്കിക്കേ, ഇവിടെ നമ്മൾ വേറൊരു റൂളാണ് പറയുന്നത്. സൈഡ് അല്ലാതെ മറ്റൊരു റൂൾ നമ്മൾ ഇത് പഠിക്കാൻ പോവുക. നോക്കിക്കേ, AB എന്ന് പറയുന്നത് ഒരു 5 സെൻറ്റിമീറ്റർ ആണ്, PQ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഈ AB എന്ന് പറയുന്ന ലൈനിൻ്റെ രണ്ടറ്റത്തും വരുന്ന ആംഗിൾ നോക്കിക്കേ. AB 5 സെൻറ്റിമീറ്റർ ആണ്. രണ്ട് സൈഡിലും വരുന്ന ABയുടെ രണ്ടറ്റത്തും വരുന്ന ആംഗിൾ 60ഉം 50ഉമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഒരു 5 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. 5 സെൻറ്റിമീറ്ററിന് രണ്ടറ്റത്ത് വരുന്ന ആംഗിൾസ് എത്രയാണ്? 60ഉം 50ഉം തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കിക്കേ, ഇവിടെ എന്താണ് വരുന്ന റൂള്? ഇതിൽ തന്നെ നമുക്കല്ല, ഇതിൽ നിന്ന് തന്നെ നമുക്ക് റൂൾ എഴുതാൻ സാധിക്കും. ആംഗിൾ, സൈഡ്
ആംഗിൾ. ഓക്കെ ആണല്ലോ? ഇവിടെയും എന്താണ്? ആംഗിൾ, സൈഡ്, ആംഗിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സൈഡ് 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 ഈക്വൽ ആയിട്ട് വന്നപ്പോൾ എസ് 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 എന്ന് എഴുതി അല്ലേ? ഇവിടെ നോക്കിക്കേ, ആംഗിൾ, സൈഡ്, ആംഗിൾ. ASA റൂള് പ്രകാരം നമുക്ക് എന്ത് പറയാം? രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ രണ്ടറ്റത്ത് വരുന്ന ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ രണ്ടറ്റത്ത് വരുന്ന ആംഗിളിനോട് ഈക്വൽ ആണെങ്കിൽ അവർ എന്ത് പറയാം? രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ്. ട്രയാങ്കിൾ ABC ഈക്വൽ ടു ട്രയാങ്കിൾ PQR ആണെന്ന് നമ്മൾക്കിവിടെ പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? യെസ്, ഇത് ഇവിടെ അല്ലാതെ ഇവിടെ ഇവിടെ 50 ഡിഗ്രിക്ക് പകരം ഇവിടെയാണ് 50 ഡിഗ്രി, ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളുടെ കണ്ടീഷൻ എന്താണ്? ആ രണ്ട് ആംഗിളും സൈഡും. ഓക്കെ ആണല്ലോ? ഈ സൈഡിന് രണ്ടറ്റത്തും വരുന്ന ആംഗിൾസ് ആയിരിക്കണം എന്താവേണ്ടത്? തുല്യമാവേണ്ടത്. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആണ്. ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ രണ്ടറ്റത്തും വരുന്ന ആംഗിളും ഇവിടെ 5 സെൻറ്റിമീറ്ററിന് വരുന്ന രണ്ടറ്റത്ത് വരുന്ന ആംഗിൾസും എന്താണ്? ഈക്വൽ ആയിട്ട് വന്നു. സോ എന്ത് പറയാം? എന്ത് റൂള് പ്രകാരമാണ്? ആംഗിൾ സൈഡ് ആംഗിൾ അല്ലേ? രണ്ട് ആംഗിളും നടുക്ക് വരുന്ന സൈഡും. ഓക്കെ, ആംഗിൾ സൈഡ് ആംഗിൾ എന്ന് പറയുന്ന റൂൾ വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഈ ഒരു റൂൾ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കിക്കേ, എന്താ പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ? ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആൻഡ് PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് ട്രയാങ്കിളിലും മാച്ചിങ് ആയിട്ട് വരുന്ന പേഴ്സ് ഓഫ് സൈഡ്. ഓക്കെ, മാച്ചിങ് ആയിട്ട് വരുന്ന എന്താണ് സൈഡുകൾ, ഏതൊക്കെ വശങ്ങളാണ് തുല്യമായിട്ട് വരുന്നത് ഈ രണ്ട് പേരിലും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എന്താണ് ASA റൂൾ പ്രകാരം അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? യെസ്, മിസ് ആ ഫിഗേഴ്സ് എല്ലാം വരച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഒരേപോലെ വരുന്ന വശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരേപോലെ വശങ്ങളാവണമെങ്കിൽ ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താവണം? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇവിടെ ABC എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡ് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. ഈ സൈഡിന് രണ്ടറ്റത്ത് വരുന്ന ആംഗിൾസ് 50ഉം 70ഉം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയല്ലേ PQR എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഒരു സൈഡ് ഇവിടെ തന്നെ വരണം എന്നില്ല കേട്ടോ. ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. രണ്ടറ്റത്ത് വരുന്ന 6 സെൻറ്റിമീറ്ററിന് രണ്ടറ്റത്ത് വരുന്നത് 50ഉം 70ഉമാണ്. ഇവിടെ നോക്കിക്കേ, 6 സെൻറ്റിമീറ്ററിന് രണ്ടറ്റത്തും വരുന്നത് ആരാണ്? 50ഉം 70ഉം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏത് റൂളാണ് ഇവിടെ പറയുന്നത്? ആംഗിൾ സൈഡ് ആംഗിൾ അല്ലേ? ഒരു വശവും രണ്ട് കോണുകളും അല്ലെ? ആ വശത്തിന് അറ്റത്ത് വരുന്ന രണ്ട് കോണുകളും എന്താണ്? മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഒരു വശവും രണ്ടറ്റത്ത് വരുന്ന കോണുകളിനോടും തുല്യമാണ്. സോ രണ്ടുപേരും എന്താന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബൈ ഏത് റൂളാണ്? ASA അല്ലേ? രണ്ട് ആംഗിൾസും ആ വന്നിരിക്കുന്ന സൈഡും അല്ലേ? ASA റൂള് പ്രകാരം എന്ത് പറയാം? ട്രയാങ്കിൾ ABC ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ PQR എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? യെസ്, അപ്പോൾ രണ്ടുപേരും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ SSSൽ പറഞ്ഞതുപോലെ തന്നെ തുല്യമായി വരുന്ന കോണുകൾക്ക് എതിരെ വരുന്ന സൈഡുകളും എന്താണ്? ഈക്വൽ ആയിരിക്കും. എന്താണ്? തുല്യമായി വരുന്ന ആംഗിൾസിന്, ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ ഒരു സൈഡ് ഓൾറെഡി ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലേ? ആരൊക്കെയാണ്? നോക്കിക്കേ, AB ഈക്വൽ ടു RQ. കാരണം 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ രണ്ടുപേരും? അത് ഓൾറെഡി നമുക്കറിയാം. രണ്ടുപേരും 6 സെൻറ്റിമീറ്റർ ആണ്. സോ രണ്ട് വശങ്ങളും എന്താണ്? തുല്യമാണ്. ഇനിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ്. അപ്പോൾ തുല്യമായി വരുന്ന രണ്ട് ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആണ്. തുല്യമായി വരുന്ന കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങളും അല്ലെ വശവും എന്താണ്? തുല്യമായിരിക്കും. അപ്പം നോക്കിയാലോ, ഇവിടെ 50 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം ആരാണ്? CB. ഇവിടെ 50 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശത്തിനോട് ഈക്വൽ ആയിരിക്കുമല്ലോ, അതാരാ? PQ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? CB ഈക്വൽ ടു PQ എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ മൂന്നാമത്തവൻ ആരായിരിക്കും? നോക്കിക്കേ, 70 ഡിഗ്രിക്ക് എതിരെ വരുന്ന AC-യും ഇവിടെ 70 ഡിഗ്രിക്ക് എതിരെ വരുന്ന PR-ഉം തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതും എഴുതാം. എന്താണ്? AC ഈക്വൽ ടു PR. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് റൂൾസ് പഠിച്ചായിരുന്നു, SSS ആൻഡ് ASA. ഓക്കെ ആണല്ലോ? ഇനി ഒരാൾ കൂടി ഉണ്ട്. അപ്പോൾ എല്ലാ കൺസെപ്റ്റും കറക്റ്റായിട്ട് തന്നെ വെക്കാം. പ്രൂഫ് ക്വസ്റ്റ്യൻസിൽ എല്ലാം നമുക്ക് ഇവരെല്ലാവരെയും ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ആളെ കൂടി ഒന്ന് പരിചയപ്പെടാം. യെസ്, ഇനി നമ്മൾ മൂന്നാമത്തെ ആളെ പരിചയപ്പെടാൻ പോവാം കേട്ടോ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? SSS പഠിച്ചു, സൈഡ് പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? ASA പഠിച്ചു, ആംഗിളും
സൈഡും ആംഗിളും അല്ലെ, ആ സൈഡിൻ്റെ രണ്ടറ്റത്ത് വരുന്ന ആംഗിളിനെ പറ്റി പഠിച്ചു. ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നതാണ്, ഇതാ നോക്കിക്കേ, നമുക്ക് ആ ഫിഗറിൽ തന്നെ നോക്കാം അല്ലേ. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്, PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ABCയിൽ 2 സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. ഇവിടെയും PQRൽ ഉണ്ടല്ലോ ഒരു 5 സെൻറ്റിമീറ്ററും ഉണ്ട് 6 സെൻറ്റിമീറ്ററും ഉണ്ട്. ഓക്കെ, ഈ 5, 6 എന്ന് പറയുന്ന വശങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന കോൺ, അവിടെ ഉണ്ടാവുന്ന കോൺ ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി. അത് തന്നെയല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്. മറ്റൊരു ട്രയാങ്കിളിൻ്റെയും PQR എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും 2 വശങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് വരുന്ന ആ മൂലയിൽ വരുന്ന ആംഗിൾ കോൺ എത്രയാണ്? 40 ആണ്. അപ്പോൾ എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിളിനോടും ഈക്വൽ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും എന്താണെന്ന് പറയാം? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ്, ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ. ഇവിടെ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ വന്നു, അവരുടെ ഇൻക്ലൂഡഡ് ആംഗിൾ 40 ആണ്. ഇവിടെയും 5, 6 വന്നു, ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? 40 ആണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇവിടെ 6 വേറെ സ്ഥലത്ത് വന്ന് 40 എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റൂ? ഇല്ല, നമ്മൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, ഫൈനൽ ആംഗിൾ കണ്ടുപിടിക്കുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ അതൊന്ന് ഉറപ്പിക്കാനായിട്ട്. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ഏത് റൂളാണ് പറയുന്നത്? 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും. അപ്പോൾ റൂൾ എന്ത് പറയാം നമുക്ക്? ബൈ എന്ത് വെച്ചിട്ടാണ്? സൈഡ് ആംഗിൾ സൈഡ് അല്ലെ, 2 സൈഡും അതിന് നടുവിൽ വരുന്ന ആംഗിൾ അല്ലെ, അവരുടെ മൂലയിൽ വരുന്ന ആ ഒരു വെർട്ടെക്സിൽ വരുന്ന ആംഗിൾ ഈക്വൽ ആണ്. എന്തിന്? 2 ട്രയാങ്കിൾസിൻ്റെയും തുല്യമാണ്. സോ എന്ത് പറയാം? ബൈ SAS റൂൾ 2 ത്രികോണങ്ങളും എന്താണ്? ട്രയാങ്കിൾസും. ട്രയാങ്കിൾ ABCയും എന്തിനോട് ഈക്വൽ ആണ്? ട്രയാങ്കിൾ PQRനോട് ഈക്വൽ ആണ്. സോ ഈ 2 ട്രയാങ്കിൾസും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ക്ലിയർ ആണല്ലോ? 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? യെസ്. നോക്കിക്കേ, ഇവിടെ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. അവസാനം നമുക്ക് അതൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകാം. എല്ലാ വശങ്ങളും ഈക്വൽ ആയിട്ട് വരുന്നതിനെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വരാം, എന്താണ്? എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട്, ഇത് X, ഇത് Y, ഇത് Z. ഓക്കെ, മറ്റൊരു ട്രയാങ്കിൾ വരച്ചു, ഇതും X, Y, Z. ഇവിടെ നോക്കിക്കേ, ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസിനെ അത് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ആംഗിൾസ് ചിലപ്പോൾ സെയിം ആയിരിക്കാം, പക്ഷേ അവരുടെ വശങ്ങളുടെ നീളം പലതും അല്ലേ, രണ്ടും വ്യത്യാസം ഉണ്ടാവാൻ 2 ട്രയാങ്കിൾസിൻ്റെയും. അപ്പോൾ ഇവരെ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് മൈൻഡിൽ വെക്കണം. എല്ലാ ആംഗിൾസും അല്ല, എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് സിമിലർ ട്രയാങ്കിൾസിലാണ് പോകുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റൂളിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്താണ് ഇവിടെ പറയുന്നത്? 2 സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന് 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിളിനോടും തുല്യമായിട്ട് വന്നപ്പോൾ 2 ട്രയാങ്കിൾസും എന്തായി? ഈക്വൽ ട്രയാങ്കിൾസ് ആയി. ഇനി നമുക്ക് ഈ മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ മക്കളെ, ഇതാ നോക്കിക്കേ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ട്രയാങ്കിൾസിൻ്റെയും ഒരേപോലെ വരുന്ന സെയിം ആയിട്ട് വരുന്ന മാച്ചിങ് ആയിട്ട് വരുന്ന ആംഗിൾസ് അഥവാ കോണുകൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? അപ്പോൾ മാച്ചായിട്ട് വരണമെങ്കിൽ ഈ 2 ട്രയാങ്കിൾസും എന്താവണം? ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേടാ, തുല്യ ത്രികോണങ്ങളാവണം. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പഠിച്ച 3 കണ്ടീഷൻസ് ഉണ്ട്, SSS അല്ലേ, പിന്നെന്താ ASA, പിന്നെന്താ SAS. ഇതിൽ ഏതാ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? നോക്കിക്കേ, ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ 7 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ അവരുടെ ഇൻക്ലൂഡഡ് ആംഗിൾ 40 ഡിഗ്രി. ഇവിടെ വന്ന് നോക്കിക്കേ, 7 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഇൻക്ലൂഡഡ് ആംഗിൾ 40 ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 പേരുടെയും 2 വശങ്ങളും അവരുടെ ഇൻക്ലൂഡഡ് ആംഗിളും സെയിം ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് തിയറം വെച്ച്, ഏത് റൂൾ വെച്ചിട്ട് പറയാം? സൈഡ് ആംഗിൾ സൈഡ് അല്ലേ, ബൈ 2 സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും അല്ലേടാ, സൈഡ് ആംഗിൾ സൈഡ്. SAS റൂൾ പ്രകാരം എന്ത് പറയാം? ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും എന്താണ്? ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ, നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. ഒരു ആംഗിൾ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, ആംഗിൾ Qവും അല്ലേ, ആംഗിൾ Aയും ആംഗിൾ Qവും ഈക്വൽ ആണ് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ബാക്കിയുള്ള ഏതൊക്കെ ആംഗിൾസ് ആണ് തുല്യമായിട്ട് ഈക്വലായിട്ട് മാച്ചായിട്ട് വരുന്നത് നോക്കിയാലോ? ഇതാ നോക്കാം. ഇവിടെ 3 സെൻറ്റിമീറ്റർ ABക്ക് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും
ഇവിടെ 3 സെൻറ്റിമീറ്റർ ആർ ക്യൂവിന് നേരെ എതിരെ വരുന്ന ആംഗിളും തുല്യമായിരിക്കണമല്ലോ. കാരണം ഇവർ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ, തുല്യ ത്രികോണങ്ങളല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി ആണെന്ന് പറയാം. അതുപോലെ തന്നെ നോക്കിക്കേ, ഇവിടെ എ സി 7 സെൻറ്റിമീറ്റർ ആണ്. ഈ 7 സെൻറ്റിമീറ്ററിനെതിരെ വരുന്ന ആംഗിൾ ബിയും അതുപോലെ തന്നെ ഇവിടെ 7 സെൻറ്റിമീറ്ററിനെതിരെ വരുന്ന ആംഗിൾ ആറും കൂടി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതും എഴുതാം. എന്താ? ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മാച്ചിങ് ആംഗിൾസ് എല്ലാം നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫ് ക്വസ്റ്റ്യൻസിനെല്ലാം ഈ ഒരു റൂള് കാര്യങ്ങൾ 3 പേരെയും നന്നായി തന്നെ പഠിച്ചിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി എന്താ ഈ ഒരു റൂള് വെച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ദാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എം ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി. എം എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദുവാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ ബാക്കി 2 ആംഗിൾസ്, ആംഗിൾ സിയും ആംഗിൾ ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം മിസ് ചെയ്യാൻ പോകുന്നത് എ എം സി ആൻഡ് ബി എം സി എന്ന് പറയുന്ന 2 ട്രയാങ്കിൾസ് ആയിട്ട് മാറ്റി. ഈ 2 ട്രയാങ്കിൾസും 2 ത്രികോണങ്ങളും എന്താണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ അല്ലേ സൈഡിനെതിരെ വരുന്ന ആംഗിൾസും അല്ലെങ്കിൽ ആംഗിൾസിനെതിരെ വരുന്ന സൈഡും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. തുല്യമായിട്ട് വരുന്ന വശങ്ങൾക്കെതിരെ വരുന്ന കോണുകൾ അല്ലെങ്കിൽ തുല്യമായിട്ട് വരുന്ന കോണുകൾക്കെതിരെ വരുന്ന വശങ്ങളും തുല്യമാണെന്നെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ 2 ട്രയാങ്കിൾസ് നമ്മൾ എടുക്കുന്നുണ്ട്. നോക്കിക്കേ, ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രയാങ്കിളിൻ്റെ പേര് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ എം സി ആൻഡ് ട്രയാങ്കിൾ ബി എം സി. ഓക്കെ, 2 ട്രയാങ്കിൾസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിൾസിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ അല്ലേ. സി എം എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെയും രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെയും 2 പേരുടെയും ഒരു വശമായിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ, മൂന്നാമത് ഒരു സൈഡായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് പറയാം? സി എം ഇസ് ഈക്വൽ ടു സി എം, കോമൺ സൈഡ് അല്ലേടാ. 2 പേർക്കും കോമൺ ആയിട്ട് വരുന്ന 2 ട്രയാങ്കിളിലും സി എം എന്ന് പറയുന്ന വശമുണ്ട്. അപ്പോൾ 2 പേരുടെയും എന്താന്ന് പറയാം? സി എം എന്ന് പറയുന്ന ലൈൻ ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഏതെങ്കിലും നമുക്ക് തെളിയിക്കാൻ സാധിക്കുമോ? നമ്മൾക്ക് എന്താ എസ് എസ് എസോ എസ് എ എസോ എ എസ് എയോ ഏതെങ്കിലും റൂൾ ഈ 3 ആരെങ്കിലും ആണോ അല്ലേ, ഏതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഒരു വശം നമ്മൾക്ക് എന്തായിട്ട് കിട്ടി? തുല്യമാണെന്ന് കിട്ടി. 2 പേരിലും ഉള്ള ഒരു സൈഡാണ്. ഇനി എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എ ബിനെ എന്തായിട്ടാണ് എം തുല്യമായി ഭാഗിക്കുന്നു എന്ന് പറയാലോ. എ ബി എന്ന് പറയുന്നത് ഒരു 6 സെൻറ്റിമീറ്റർ ആണ് എ ബി. ഓക്കെ, എ ബിയുടെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ് എം എങ്കിൽ എ എം എന്ന് പറയുന്നത് 3, ബി എം എന്ന് പറയുന്നത് 3 അല്ലേ, തുല്യമായിട്ട് ഭാഗിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എ എമ്മും ബി എമ്മും ഈക്വൽ ആണെന്ന് പറയാം. കാരണം എം എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു വശവും ഈ ഒരു വശവും തുല്യമാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏത് സൈഡാണ്? എ എം. അത് എന്തിനോട് ഈക്വൽ ആണ്? രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ബി എമ്മിനോട് ഈക്വൽ ആണ്. കാരണം എന്താണ്? എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ്. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 2 വശങ്ങൾ നമ്മൾക്ക് തുല്യമായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി മൂന്നാമത് വശമോ? മൂന്നാമത് വശം നോക്കി പോകേണ്ട ആവശ്യമില്ല അല്ലേ. നോക്കിക്കേ, 2 വശവും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും. ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. ഈ 2 വശവും അതിന് ഇൻക്ലൂഡഡ് ആംഗിളും ഇവിടെയും 2 വശവും അതിന് ഇൻക്ലൂഡഡ് ആംഗിളും എന്താണ്? ഈക്വൽ ആണെന്ന് പറയാലോ. അതെങ്ങനെ മിസ് പറഞ്ഞു? എന്താ? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കില്ലേ? ഇത് ടോട്ടൽ 180 ഡിഗ്രിയാണ്. ഈ ടോട്ടൽ 180 ഡിഗ്രിയിൽ നിന്ന് ഈ ഒരു 90 ഡിഗ്രിയെ മൈനസ് ചെയ്താൽ ബാക്കി ഈ ഒരു 90 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ആംഗിൾ എ എം സി എന്ന് പറയുന്ന ആംഗിൾ എ എം സി എന്തിനോട് ഈക്വൽ ആണ്? ബി എം സി എന്ന് പറയുന്ന ആംഗിളിനോട് ഈക്വൽ ആണ്. ആംഗിൾ ബി എം സിനോട് ഈക്വൽ ആണ്. കാരണം 2 പേരും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ ട്രയാങ്കിളിലെ 2 വശങ്ങളും ഒരാംഗിളും എന്തിനോട് ഈക്വൽ ആണ്? രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ 2 വശങ്ങളും ഈ ഒരു ആംഗിളിനോടും ഈക്വൽ ആണ്. അപ്പോൾ ഏത് തിയറം വെച്ച് നമുക്ക് പറയാം? ബൈ 2 വശവും അതിന് ഇൻക്ലൂഡഡ് ആംഗിളും 2 സൈഡും അതിന് ഇൻക്ലൂഡഡ് ആംഗിളും ബൈ SAS റൂൾ വെച്ച് നമുക്ക് എന്ത് പറയാം? 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾ ഏതൊക്കെ ട്രയാങ്കിൾസ് ആയിരുന്നു? എ എം സി ഈക്വൽ ടു ട്രയാങ്കിൾ ബി എം സി എന്ന് പറയാം. ഓക്കെ ആണല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം അല്ലേ. നോക്കിക്കേ, 2 ട്രയാങ്കിൾസും ഈക്വൽ ആണെങ്കിൽ
ഈക്വലായിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. തുല്യമായിട്ട് വരുന്ന വശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും തുല്യമാണ്. അപ്പോൾ നോക്കിക്കേ, സി എം എന്ന് പറയുന്ന ലൈൻ രണ്ട് ട്രയാങ്കിൾസിലും വരുന്നുണ്ട് വശം. അപ്പോൾ സി എമ്മിനെതിരെ വരുന്നത് ഇവിടെ 50 ഡിഗ്രിയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേ സി എമ്മിനെതിരെ വരുന്ന ഈ ട്രയാങ്കിളിലെ ആംഗിൾ ബിയും എത്ര തന്നെ ആയിരിക്കണം? 50 തന്നെ ആയിരിക്കണം. കാരണം ഇവർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആംഗിൾ ബി നമ്മൾക്ക് കിട്ടി 50 ഡിഗ്രി. ഇനി ഒരാളെ കൂടി കണ്ടുപിടിക്കണം. ആരാണ്? ആംഗിൾ സി. ഇനി നമുക്ക് ആംഗിൾ സി കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ? നോക്കിയേ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ എ 50 ഡിഗ്രി, ആംഗിൾ ബി 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾക്കറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ, ഒരു ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും കൂട്ടുമ്പോൾ നമുക്ക് 180 വരണം. ഈ 180 ഡിഗ്രിയിൽ നിന്ന് ഈ രണ്ട് 50നെയും മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ നമ്മൾക്ക് മൂന്നാമനെ കിട്ടും. ഓക്കെ, അപ്പോൾ അതാ ആംഗിൾ സി എന്ന് പറയുന്നത് 180ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ രണ്ട് 50നെയും മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയാണ് വരുന്നത്? 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി, ദാറ്റ് ഈസ് 80 ഡിഗ്രി. അപ്പോൾ നമ്മളുടെ ആംഗിൾ സിയും എത്ര വന്നു? 80 ഡിഗ്രി വന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് പ്രൂഫ് ക്വസ്റ്റ്യൻസ് വരാം. എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ 3 റൂള് വെച്ചിട്ട് ഈക്വൽ ആണെന്ന് തെളിയിച്ചിട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരാം. അപ്പോൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക? ഇന്നത്തെ കാര്യങ്ങൾ പഠിക്കാം. എസ് 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 എല്ലാ വശങ്ങളും തുല്യമായി വരുന്ന ഒരു ട്രയാങ്കിളിൻ്റെ, അല്ലേ, ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ വശങ്ങളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ എല്ലാ വശങ്ങളോട് തുല്യമാണെങ്കിൽ അതിന് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം, തുല്യ ത്രികോണങ്ങൾ എന്ന് പറയാം. എസ് 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 വെച്ചിട്ട്. പിന്നെ പഠിച്ചത് എന്താണ്? എ എസ് എ എന്ന് പറഞ്ഞാൽ എ എസ് എ. എസ് എന്ന് പറയുമ്പോൾ സൈഡിന് രണ്ടറ്റത്തും വരുന്ന ആംഗിൾ ആണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിന് രണ്ടറ്റത്തും വരുന്ന ആംഗിൾ മറ്റൊരു ട്രയാങ്കിളിൻ്റെ അതേ സൈഡിന് രണ്ടറ്റത്ത് വരുന്ന ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അതും എന്ത് പറയാം? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. പിന്നെ ഇതാ ഇപ്പോൾ ചെയ്തത് എന്താണ്? എസ് എ എസ്. നോക്കിക്കേ, എസും എസും അല്ലടാ, രണ്ട് സൈഡുകളും അതിന് ഇൻക്ലൂഡഡ് ആംഗിളും എന്താ? ഈക്വൽ ആവാം. രണ്ട് ട്രയാങ്കിൾസിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് വശവും അതിന് ഇൻക്ലൂഡഡ് ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് വശവും അതിന് ഇൻക്ലൂഡഡ് ആംഗിളിനോടും ഈക്വൽ ആണ്, തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എസ് എ എസ് റൂൾ പ്രകാരം ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ഈ 3 റൂൾസും നന്നായിട്ട് തന്നെ പഠിക്കാം. ഇത് വെച്ചിട്ട് ആംഗിൾസ് കണ്ടുപിടിക്കാനും കൂടാതെ നമുക്ക് കുറച്ച് പ്രൂഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിൽ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ? യെസ്, ഇനി വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നുണ്ട്. അത് വഴിയേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കാം, നന്നായിട്ട് തന്നെ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യാം. ബൈ.